അതുകൊണ്ട് ഞാൻ പറയുന്നു, ചെമ്പല്ലിയെ കൊന്നത് നീയാണെന്ന്. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ തെളിയിക്കോളാം. അപ്പോ ഇപ്പൊ യവനെ അങ്ങ് കൊണ്ടുപോകുന്നില്ല അല്ലേ സാറേ? ഇല്ല, പക്ഷേ ഞാൻ വരും. ഇതൊരു മുന്നറിയിപ്പാ. ജയിലിലേക്ക് പോവാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നറിയിപ്പ്. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ എന്റെ കയ്യിൽ നിന്നെ പൂട്ടാനുള്ള ബലം ഉണ്ടായിരിക്കോടാ. ആ വരവും പ്രതീക്ഷിച്ച് ഈ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് കാണാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ഇനി മക്കള് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവോ? അതെന്തായാലും അച്ഛൻ ചെയ്യില്ലല്ലോ. അല്ല മക്കളെ, ഇതൊക്കെ ചെയ്യാനേ ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ലേ? ഹോംവർക്കോ? ഈ തലയെക്കെട്ട് ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യം ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് വിഷ്ണുച്ചനെ ഇട്ടിരിക്കുക. ആ ചുമ്മാതല്ല പിള്ളേ, ഇവിടത്തൊക്കെ സ്വയം ഏറ്റെടുത്തിട്ട് കിടന്ന് ഓടും അവിടെ. ഇപ്പൊ നല്ല സുന്ദരി കുട്ടിയാ. എന്താടാ പിന്നെ രണ്ടുപേരും ടൈം ടേബിൾ നോക്കിട്ട് ബാഗിൽ ബുക്ക് വെച്ച് കൃത്യമാണോ നോക്കിയോ? ദേ നീ നോക്കണം കേട്ടാ. ഞാൻ അപ്പോഴേക്ക് രണ്ടുപേർക്കുള്ള ചോറ് എടുത്തിട്ട് വരാം. എല്ലായിടത്തും വെച്ചല്ലേ സത്യേ? എടോ, എന്തോടോ നീ കിടന്ന് കാണിക്കുന്നൊക്കെ? കുട്ടികളെ വിടാനുള്ള ധൃതിയില്ല സാറേ. അതിന് ഇവനിങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്തിനൊരു സാവകാശം വേണ്ടേ? ഇവങ്ങൾ നീ കാണിക്കുന്ന കണ്ടാത്തോന്ന് ഇവൻ മാത്രമേ കുട്ടികളെ സ്കൂളിൽ വിടുന്നുള്ളൂ. മറ്റുള്ളവരാരും കുട്ടികളെ പഠിപ്പിക്കുന്നില്ലല്ലോ. സമയം പോയതുകൊണ്ടായിരിക്കും സാറേ. എന്ത് സമയം പോയെന്നാ താനി പറയുന്നേ? കുട്ടികൾ പോകാൻ സമയം വെച്ച് നോക്കിയാ ഇത് നേരത്തെയാ. അതൊന്നും അല്ലടോ, ഇവനെന്തോ പ്രശ്നമുണ്ട്. അത് ഒളിപ്പിക്കാനാ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. പലതും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഇവനിപ്പോ ഇവിടെ ജീവിക്കൊന്നും അല്ല, നമ്മുടെയൊക്കെ മുമ്പിലേ അഭിനയിക്കുവാ. അതെ, രണ്ടുപേർക്ക് മുട്ട പൊരിച്ച് വെച്ചിട്ട് രണ്ടുപേരും കഴിക്കണേ. സമയമില്ല. എടാ, ഇതൊക്കെ ഞങ്ങള് ചെയ്യല്ലേ പറഞ്ഞാല്? നിങ്ങളെയൊക്കെ നോക്കിയിരുന്നാലേ ഒരു കാര്യം നടക്കില്ല. മക്കളെ വായോ, നമുക്ക് സ്കൂളിൽ പോണ്ടേ. എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. മതിടി വാ. ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ? ചോറൊക്കെ തനിയെ വന്നെടുക്കുമായിരുന്നു. അതന്നെ ഞാനിപ്പോ പിള്ളേട് പറഞ്ഞതേ. ഇന്ന് അവനാ കുടുംബനാഥൻ. ബാക്കിയുള്ളവർക്ക് കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മതിയെന്ന്. അയ്യോ, കുടിക്കാനുള്ള വെള്ളം എടുത്തോന്ന് ചോദിച്ചില്ല. വിഷ്ണുവേ, ഡാ, എന്തൊക്കെയാണോ പിള്ളേ ഇത്? ഇതാരാണോ രാവിലെ? ശാരദാമ്മയാ. ഹായ് ശാരദാമ്മ. ഹായ് മക്കളെ. എത്രയും 100. അതേ, നിങ്ങളുടെ വിഷ്ണു അച്ഛന് വേണ്ടി വഴിപാട് കഴിപ്പിച്ചതിന്റെ പ്രസാദമാ മക്കളെ. മോനെ പ്രസാദം. ശാരദാമ്മ ഏതൊക്കെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിപ്പിച്ചിട്ടുള്ള വരവാന്ന് തോന്നുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. മക്കളെ, സത്യവോട് ശാരദാമ്മയുടെ ടാറ്റ പറ. സ്കൂളിൽ പോണ്ടേ. അച്ഛമ്മേ ടാറ്റ. അനു, ആ ഫയലിംഗ് തരൂ. ഫയല് നഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാതിരിക്കില്ല. കാരണം അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ എന്റെ കൈവശമുണ്ടായിരുന്നു. അതാണ് ഇത്.
നമ്മൾ രണ്ടുപേരും ഒരേ പാഠങ്ങളാണ് പഠിച്ചതെങ്കിലും വർക്ക് ചെയ്യുന്ന ബ്രെയിൻ രണ്ടല്ലേ ജോണേ? അതിന്റെ വ്യത്യാസം കാണാതിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവെന്ന് മഹേന്ദ്രനോടൊന്ന് പറഞ്ഞേക്ക്. സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളല്ലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ജോൺ അത് പറയൂന്ന് എനിക്കറിയാം. അല്ല മാഡം, അതിപ്പോ ജോണിന് പോവാം. മാഡം, ഇങ്ങനൊരു പിടിവള്ളി ഉള്ളതൊന്നും ആ മഹേന്ദ്രനൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. അവരവിടെ സ്വന്തം ഭൂമിയാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ആ സ്ഥലമൊക്കെ കെട്ടിമറിച്ച് പണി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മച്ചമ്പി, എല്ലാം ഓക്കെയാണ്. ഇനി ഒരു ഈച്ച പോലും ഇതിനകത്തേക്ക് കടക്കരുത്. എല്ലാ സമയത്തും നിങ്ങളുടെ ഒരു കണ്ണ് വേണം. അത് ഞങ്ങൾ ഏറ്റു. നമുക്ക് നോക്കാം. ഇതിപ്പോ മഹേന്ദ്രന്റെ കഥകളിൽ എത്തും. അത്രയ്ക്ക് കൂറ ജോണിന് മഹേന്ദ്രനോടുള്ളത്. എത്തണം, എങ്കിലേ കളി കാര്യമാവും.